കഴിഞ്ഞ പ്രാവശ്യം ഈ ടാങ്കിൽ വാട്ടർ ചേഞ്ച് ചെയ്ത സമയത്ത് ഈസി ആയിട്ട് നമുക്ക് ഇതുപോലുള്ള ടാങ്കുകളിൽ വാട്ടർ ചേഞ്ച് ചെയ്യാനായിട്ട് PVC സൈഫൺ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു സൈഫൺ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഡെമോൺസ്ട്രേഷന് വേണ്ടി ഞാൻ കാണിച്ചതാണ്. ഈ ഒരു ടാങ്കിന് വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിയതൊന്നുമല്ല. കയ്യിലുണ്ടായിരുന്ന പീസ് വെച്ച് ഞാൻ അന്ന് ജോയിൻറ്റ് ചെയ്ത് കാണിച്ചതാണ്. എന്നിട്ട് അന്ന് നമ്മൾ അതിൻ്റെ ഡെമോൺസ്ട്രേഷനൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ടാങ്കിന് വേണ്ടിയിട്ട് അതിൻ്റെ കറക്റ്റ് അളവ് എടുത്തിട്ട് സൈസ് എടുത്തിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ഒരു PVC സൈഫൺ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതാണ് ഈ കാണുന്നത്. നമ്മൾ ഓൾറെഡി ആ ടാങ്കിൽ വാട്ടർ ചേഞ്ച് ചെയ്തതാണ്, അധികം ആയിട്ടില്ല. എങ്കിലും ഇത് നമ്മൾ ഉണ്ടാക്കിയതുകൊണ്ട് ഇതിൻ്റെ ഡെമോൺസ്ട്രേഷൻ കാണിക്കാനായിട്ട് നമ്മൾ ഇന്നും ഒരു ചെറിയ വാട്ടർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഞാനത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് സ്റ്റാൻഡ് പോലെ വെച്ച് കൊടുക്കാം. ഇതാണ് വെള്ളം പുറത്തേക്ക് പോകുന്ന ഔട്ട്ലെറ്റ്. ടാങ്കിൻ്റെ പുറത്തേക്ക് വരുന്നത് ഈ ഒരു ജോയിൻ്റ് ആണ്. ആ ഒരു എൽബോയിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റൻഷൻ കൊടുക്കാം. ഈ കാണുന്നതാണ് ടാങ്കിൻ്റെ അകത്തേക്ക് വരുന്ന ഭാഗം. ഒരു എൽബോ നിങ്ങൾക്ക് കാണാം. എൽബോയിൽ നിന്ന് പിന്നെ നമ്മളൊരു T ജോയിൻറ്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡിലേക്ക് നമ്മൾ ഒരു വിങ്സ് പോലെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അറ്റത്തും 2 T ജോയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. സൈഫൺ വർക്ക് ചെയ്യാനായിട്ട് ശരിക്കും ആ ഒരു എക്സ്റ്റൻഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ 2 എൽബോ കണ്ടില്ല, ആ എൽബോ വരെയുള്ള ഭാഗം മതി. വെള്ളം നിറച്ച് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഫൺ വർക്ക് ചെയ്യും. അതിനുശേഷം വേണം നമ്മൾ ഈ ഒരു സ്റ്റാൻഡ് ആ ഒരു എക്സ്റ്റൻഷൻ കണക്ട് ചെയ്യാനായിട്ട്. വെള്ളം പോയി തുടങ്ങിയതിന് ശേഷം ജസ്റ്റ് വെള്ളം നിറച്ച് ആ ഒരു എൽബോയിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓപ്പോസിറ്റ് സൈഡിലുള്ള ആ എൽബോയിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ആ സ്റ്റാൻഡ് പോലെ ഈ കാണുന്നത് 2 സൈഡിൽ നിങ്ങൾക്ക് T ജോയിൻറ്റ് കാണാം. അപ്പോൾ 4 ഹോളുകൾ വരുന്നുണ്ട്. അപ്പോൾ 4 ഹോളുകൾ വഴി മാക്സിമം അഴുക്ക് വലിഞ്ഞു കയറും എന്നുള്ളതാണ്. നമ്മൾ വെള്ളം ചെറിയിരുന്ന് സർക്കുലേറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ഹോളുകളും വഴി മാക്സിമം അഴുക്ക് പുറത്തേക്ക് പൊക്കോളും. പിന്നെ ഞാൻ വേറൊരു ഗുണം കൂടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സിംഗിൾ ഹോൾ വരുമ്പോൾ മാക്സിമം സക്ഷൻ വരും. ഇപ്പോൾ നമ്മൾ ഈ സ്റ്റാൻഡ് കണക്ട് ചെയ്യാതെ എൽബോ മാത്രമാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ സിംഗിൾ ഹോളായിരിക്കും വരുന്നത്. അപ്പോൾ മാക്സിമം സക്ഷൻ ആ ഒരു സിംഗിൾ ഹോളിലേക്ക് വരുമ്പോൾ മീനുകളൊക്കെ അടുത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ ശരീരം അതിലേക്ക് വലിഞ്ഞു കയറുമ്പോൾ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. ക്യാറ്റ് ഫിഷ് പോലുള്ള നമ്മുടെ ആൽബിനോ ക്യാറ്റ് ഫിഷ് പോലുള്ള മീനുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു സക്ഷൻ കുറയ്ക്കാനായിട്ട് ഈ ഒരു T ജോയിൻറ്റ് നമ്മൾ ഈ എക്സ്റ്റൻഷൻ കണക്ട് ചെയ്യുമ്പോൾ ആ ഒരു സക്ഷൻ്റെ പവർ കുറയ്ക്കാൻ പറ്റും. കാരണം ഇവിടെ 4 ഹോളുകൾ വരുന്നുണ്ട് ഈ കാണുന്ന T ജോയിൻറ്റുകളിൽ. അപ്പോൾ ആ ഒരു സിംഗിൾ ഹോളിലേക്ക് വരുന്ന സക്ഷൻ 4 ഹോളുകളിലേക്ക് ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ പിന്നെ മീനുകൾ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ കൈ വെക്കുമ്പോൾ പോലും നമ്മുടെ കൈ അതിൻ്റെ ഉള്ളിലേക്ക് വലിഞ്ഞു പോകുന്ന ഒരു ഫീല് ഉണ്ടാവില്ല. അപ്പോൾ മീനുകളും സേഫാണ്. അപ്പോൾ എൽബോയിൽ നിന്ന് ഈ ഒരു എക്സ്റ്റൻഷൻ കണക്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സ്റ്റാൻഡായിട്ട് വയ്ക്കാം. മാക്സിമം അഴുക്ക് വലിഞ്ഞു കയറും. അതുപോലെ സക്ഷൻ്റെ പവറും കുറയും. അപ്പോൾ മീനുകൾക്ക് ശരീരത്തിൽ ഡാമേജ് കാര്യങ്ങളൊന്നും വരില്ല. അങ്ങനെ 3 ഗുണങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊരു അടിപൊളി PVC സൈഫണായിട്ട് എനിക്ക് തോന്നി. ഇതുപോലെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ഏത് ടാങ്കിൽ വേണമെങ്കിലും വെക്കാം. ഭൂമിക്ക് മുകളിലേക്ക് സെറ്റ് ചെയ്തിട്ടുള്ള ഏത് ടാങ്കിലും നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ അത് ഞാനിത് ജസ്റ്റ് ഡെമോ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് 2 പീസും സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ മെയിൻ സൈഫൺ എന്ന് പറയുന്നത്, ആ U പോലെയുള്ളത്. ഇതാണ് എക്സ്റ്റൻഷൻ. ഇത് രണ്ടും കൂടി ഒരുമിച്ച് ജോയിൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് വെള്ളം നിറയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയതിന് ശേഷം ആദ്യം നമ്മുടെ മെയിൻ സൈഫണിലേക്ക് വെള്ളം നിറച്ച് വെള്ളം പോകുക, അതായത് പുറത്തേക്ക് വെള്ളം പോകുന്നത് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എൽബോയിലേക്ക് ഈ ഒരു എക്സ്റ്റൻഷൻ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അത് വെള്ളത്തിലേക്ക് മുക്കി അതിൽ വെള്ളം നിറയ്ക്കുക. എന്നിട്ട് ജസ്റ്റ് ആ എക്സ്റ്റൻഷൻ ഈ ഒരു എൽബോയിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ അത് സ്റ്റാൻഡായിട്ട് അങ്ങനെ നിന്നോളും. അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും സ്റ്റാൻഡ് പോലെ നിൽക്കില്ല, ഇത് മറിഞ്ഞ് വീഴും. അപ്പോൾ ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് വളരെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ഡെമോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഫോഴ്സിൽ തന്നെ വെള്ളം പുറത്തേക്ക് പോകുന്നുണ്ട്. ഹൈറ്റ് കൂടുന്തോറും പ്രഷർ കൂടുമെന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ട് മാക്സിമം വെള്ളം നിറഞ്ഞു നിൽക്കുമ്പോൾ നല്ല ഫോഴ്സിലായിരിക്കും വെള്ളം പോകുന്നത്. പിന്നെ കുറയുന്നതിനനുസരിച്ച് ഫോഴ്സ് കുറയും. എങ്കിലും അത്യാവശ്യം നല്ല ഫോഴ്സിൽ തന്നെയാണ് വെള്ളത്തിൻ്റെ ലോ ലെവലിലാണെങ്കിലും അത്യാവശ്യം നല്ല ഫോഴ്സിൽ തന്നെയാണ് വെള്ളം ടാങ്കിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ടാങ്കിലേക്ക് മാത്രമല്ല ബാക്കിയുള്ള മറ്റ് ടാങ്കിലേക്കും നമ്മൾ ഇതുപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്ത് ആ ടാങ്കിൻ്റെ അളവനുസരിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. ഔട്ട്ഡോർ ടാങ്കുകളിലൊക്കെ ഇതുപോലെ ക്വിക്കായിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യാം. അതുപോലെ പെട്ടെന്ന് തന്നെ ഈ ഒരു വാട്ടർ ചേഞ്ചിൻ്റെ പണി തീർക്കുകയും ചെയ്യാം. ഞാൻ പറഞ്ഞു നല്ല രീതിയിൽ ക്ലീൻ ആവാനായിട്ട് നമ്മൾ വെള്ളം ഒന്ന് സർക്കുലേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് വെള്ളം ജസ്റ്റ് ഒന്ന് പമ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്ന് ജസ്റ്റ് വെള്ളം ഒന്ന് വട്ടം കറങ്ങും. അപ്പോൾ അഴുക്കൊക്കെ സെൻറ്ററിലേക്ക് വരും. അപ്പോൾ മാക്സിമം ഈ ഒരു ഹോളുകൾ വഴി T ജോയിൻറ്റ് വഴി അഴുക്ക് പുറത്തേക്ക് വലിഞ്ഞ് പൊക്കോളും. ടാങ്കിലുള്ള അഴുക്കിൻ്റെ ആ ഒരു അളവനുസരിച്ച് നമുക്ക് 2-3 പ്രാവശ്യമൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് വെള്ളം അടിച്ച് ഒന്ന് സർക്കുലേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം വെള്ളം നിറയ്ക്കേണ്ടത് ആ ഒരു മെയിൻ പാർട്ട് ഉണ്ടല്ലോ, സൈഫണിൻ്റെ ആ ഒരു മെയിൻ ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു U ഭാഗമാണ്. ഇത് മാത്രം മതി നമ്മുടെ സൈഫൺ വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് വെള്ളം നിറയ്ക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു മറ്റേ എക്സ്റ്റൻഷൻ കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം നിറയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആദ്യത്തെ ഈ ഒരു മെയിൻ പാർട്ടിൽ നമ്മൾ വെള്ളം നിറയ്ക്കുക. ഇത് ഒറ്റക്കൈ കൊണ്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. 2 കൈ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഇതിപ്പോൾ ഒരു കയ്യിൽ ക്യാമറയാണ്, അതുകൊണ്ട് ജസ്റ്റ് ഒറ്റക്കൈ കൊണ്ട് നമുക്കൊന്ന് ഹാൻഡിൽ ചെയ്യാം. വെള്ളം നിറച്ച് അടച്ച് പിടിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ തുറന്ന് വിട്ടാൽ മതി. ഇപ്പോൾ നമ്മൾ ആ സ്റ്റാൻഡ് അല്ലെങ്കിൽ ആ എക്സ്റ്റൻഷൻ കണക്ട് ചെയ്യാത്തത് കൊണ്ട് ഇത് പ്രോപ്പറായിട്ട് ഇരിക്കില്ല. കണ്ടില്ലേ, ഇതിങ്ങനെ ആടി നിൽക്കും. ഇനി നമ്മൾ ആ ഒരു എക്സ്റ്റൻഷൻ കൂടി കണക്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഹാൻഡ്സ് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. നമ്മൾ വേറെ തൊടാനോ പിടിക്കാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു എക്സ്റ്റൻഷൻ കണക്ട് ചെയ്യുന്ന പരിപാടി എനിക്ക് എന്തായാലും ഒറ്റക്കൈ കൊണ്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞാൻ അത് കണക്ട് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം. ഈ കാണുന്ന എൽബോയിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് ആദ്യം നമ്മൾ വെള്ളത്തിലേക്ക് മുക്കി വെള്ളം നിറച്ചതിന് ശേഷം എൽബോയിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. വെള്ളം അത്യാവശ്യം നല്ല ഫോഴ്സിലാണ് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്.
ഇതിപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഡിസൈനാണ്. അതായത് സ്റ്റാൻഡ് പോലെ യൂസ് ചെയ്യുക, അതുപോലെ മാക്സിമം ഹോളുകൾ കൊടുത്ത് മാക്സിമം അഴുക്ക് പുറത്തേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പ്. അതുപോലെ തന്നെ ഹോൾസ് കൂടുമ്പോൾ സക്ഷൻ പവർ കുറയും, അപ്പോൾ മീനുകളുടെ ശരീരത്തിലൊക്കെ തട്ടിയ ഡാമേജ് കുറയും. ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഞാൻ ചെയ്തൊരു ഡിസൈനാണ്. ഇത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇത് നമുക്ക് പല രീതിയിൽ ചെയ്യാം. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമ്മളൊന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല ഐഡിയകൾ വരും. നമ്മുടെ ടാങ്കുകൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ഇത്തരത്തിലുള്ള PVC സൈഫണുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ജസ്റ്റ് ഈ പറഞ്ഞ പോലെ PVC പൈപ്പുകളും ജോയിൻറ്റുകളും മാത്രം മതി. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വയറിങ്ങിൻ്റെ PVC ആണ്. 25 mm ആണ്. പിന്നെ 25 mm എൽബോയും അതുപോലെ തന്നെ T ജോയിൻറ്റുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേ നമ്മൾ എക്സ്റ്റൻഷൻ കണക്ട് ചെയ്തിട്ടുണ്ട്. എക്സ്റ്റൻഷൻ വെള്ളത്തിലേക്ക് മുക്കി വെള്ളം നിറച്ചതിന് ശേഷം നമ്മൾ നേരെ എൽബോയിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു സ്റ്റാൻഡ് പോലെ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് കൈകൊണ്ടൊന്നും തൊട് പിടിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ എക്സ്റ്റൻഷൻ നമ്മൾ കറക്റ്റ് ഈ ടാങ്കിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് നിൽക്കുന്ന രീതിയിലാണ് PVC കട്ട് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചെറിയ രീതിയിൽ സർക്കുലേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ടാങ്കിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് അഴുക്കും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഈ 4 ഹോളുകൾ വഴി അഴുക്ക് കാര്യങ്ങളെല്ലാം മാക്സിമം പുറത്തേക്ക് ഇതുപോലെ വലിഞ്ഞു പൊക്കോളും. വളരെ ഫാസ്റ്റായിട്ടാണ് ടാങ്കിലെ വെള്ളം പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അധികം സമയമൊന്നും എടുക്കില്ല വാട്ടർ ചേഞ്ച് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ നമ്മൾ ടാങ്കിൻ്റെ ഇവിടെ തന്നെയാണ് വെള്ളം പുറത്തേക്ക് കളയുന്നത്. നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ എൽബോയിൽ നിന്ന് എക്സ്റ്റൻഷൻ കൊടുക്കാം. വെള്ളം കുറച്ച് ദൂരത്തേക്ക് കളയണമെന്നുണ്ടെങ്കിൽ തെങ്ങിൻ്റെ കടക്കിലേക്കോ അല്ലെങ്കിൽ കുഴിയിലേക്കൊക്കെ കളയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഈ PVC ഞാൻ യൂസ് ചെയ്ത് 25 mm വയറിങ്ങിൻ്റെ PVC ആണ്, അല്ലാതെ പ്ലംബിങ്ങിന് യൂസ് ചെയ്യുന്ന PVC അല്ല. ഇത് ചീപ്പായിട്ടുള്ളൊരു പ്ലാസ്റ്റിക്കാണ്. അതുകൊണ്ട് അധികം വിലയൊന്നും വരുന്നില്ല. ഇതിൻ്റെ സിംഗിൾ പീസായിട്ട് വരുന്നത് 3 മീറ്ററിൻ്റെയാണ്. അപ്പോൾ 3 മീറ്ററിൻ്റെ പീസ് നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ എൽബോയിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചധികം ദൂരത്തേക്ക് വെള്ളം കളയാം, അല്ലെങ്കിൽ ഡൈവേർട്ട് ചെയ്ത് വിടാം. പിന്നെ അവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൽബോ T ജോയിൻ്റ് ഒക്കെ എടുത്തിട്ട് വേറെ കണക്ഷൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞു ഷോർട്ടായി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. മാക്സിമം വെള്ളം പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോകാനായിട്ട്. നമ്മൾ ഇതിൽ നിന്ന് എക്സ്റ്റൻഷൻ പിന്നെ കൊടുക്കുമ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ ഫ്ലോ കുറച്ച് കുറയാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ ടാങ്കിൻ്റെ പരിസരത്ത് തന്നെ വെള്ളം കളയാൻ താല്പര്യമില്ലാത്തവർക്ക് തീർച്ചയായിട്ടും എക്സ്റ്റൻഷൻ എടുക്കാം. ഇത് വയറിങ്ങിൻ്റെ PVC ആയതുകൊണ്ട് വലിയ പ്രൈസ് ഒന്നും വരുന്നില്ല. 3 മീറ്ററിൻ്റെ ഒരു സിംഗിൾ പീസിന് എനിക്ക് തോന്നുന്നു 45 രൂപ എന്താണ് വരുന്നത്. എൽബോയ്ക്ക് 8 രൂപയും T ജോയിൻറ്റിന് 10 രൂപയും കണ്ടാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ വലിയ ചിലവില്ലാതെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു PVC സൈഫൺ ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ വാട്ടർ ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള PVC സൈഫണാണ്. ഈ സെയിം സെറ്റപ്പ് തന്നെയാണ് നമ്മൾ ഓവർഫ്ലോ ആയിട്ട് ചെയ്യുന്നത്, പക്ഷേ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലാണെന്ന് മാത്രം. അതായത് മഴക്കാലത്ത് ടാങ്കിലേക്ക് വെള്ളം നിറയുന്ന സമയത്ത് ഔട്ട്ഡോർ ടാങ്കുകളിലൊക്കെ വെള്ളം നിറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള PVC യൂസ് ചെയ്തിട്ട് നമുക്ക് ഓവർഫ്ലോ സൈഫണുകൾ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഇതുപോലെ വാട്ടർ ചേഞ്ച് സൈഫണുകളും ഉണ്ടാക്കാം. കണ്ടില്ലേ, വളരെ പെട്ടെന്നാണ് ടാങ്കിൽ 3/4 ഭാഗം വെള്ളം പുറത്തേക്ക് പോയത്. ഇതിനും താഴ്ചയിൽ വെള്ളം പുറത്തേക്ക് പോകും. അതായത് ആ സൈഫൺ ഇരിക്കുന്ന ആ ഒരു സെയിം ലെവൽ വരെ നമുക്ക് ഫുൾ വെള്ളം പുറത്തേക്ക് കളയാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ പുറത്തേക്ക് എടുത്തതാണ്, കാരണം ആ മീൻ നിൽക്കുന്ന ആ കറക്റ്റ് ലെവലിന് വെള്ളം ആയിട്ടുണ്ട്. പിന്നെ അതിലും താഴത്തേക്ക് നമുക്ക് കളയേണ്ട കാര്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി വാട്ടർ ചേഞ്ച് കൊടുത്തതാണ് ഈ ടാങ്കിൽ. ഇപ്പോൾ ഒരു ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. അപ്പോൾ സംഭവം എന്തായാലും അടിപൊളിയാണ്. നമ്മുടെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ എക്സ്റ്റൻഷൻ ഊരിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നീറ്റായിട്ട് ഫ്ലാറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം. അല്ല ഇങ്ങനെ സ്റ്റാൻഡായിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വാട്ടർ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള സൈഫൺ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും സൈഫണായിട്ട് ഹോസാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അറേഞ്ചിൻ്റെ ഹോസ് ഉപയോഗിച്ചിട്ട് സൈഫണായിട്ട് യൂസ് ചെയ്യായിരുന്നു. അതിനേക്കാൾ എത്രയോ ബെറ്ററാണ് ഈ ഒരു PVC സൈഫൺ എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. സംഭവം ഈ ഒരു സൈഫണെ കുറിച്ചൊക്കെ നമുക്ക് അറിയായിരുന്നു. നമ്മുടെ ഔട്ട്ഡോർ ടാങ്കുകളിൽ നമ്മൾ ഓവർഫ്ലോ സൈഫണൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ടും ഇങ്ങനെ ഒരു സൈഫൺ വാട്ടർ ചേഞ്ചിന് വേണ്ടി ഉണ്ടാക്കാം എന്നുള്ള ആ ഒരു ഐഡിയ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വന്നില്ല. ഇതിനെക്കുറിച്ചൊരു വീഡിയോ കണ്ടപ്പോഴാണ് പെട്ടെന്ന് അത് ചെയ്യാമെന്ന് തോന്നിയത്. അങ്ങനെ നമ്മുടെ ടാങ്കിൻ്റെ സൈസിനനുസരിച്ച് സെറ്റ് ചെയ്തതാണ്. മറ്റ് ടാങ്കുകളിലെല്ലാം നമ്മൾ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒരു PVC സൈഫൺ ഉണ്ടാക്കിയിട്ട് വാട്ടർ ചേഞ്ചിൻ്റെ സമയത്ത് യൂസ് ചെയ്ത് നോക്കുക. ചെറിയ മീനുകളൊക്കെ ടാങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹോളിൻ്റെ അവിടെ നമുക്ക് നെറ്റ് കെട്ടി കൊടുക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.